ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. അങ്ങനെ നമ്മൾ കുറേ കാലങ്ങളായി ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ് ദേശീയപാത 66-ൽ ബൈക്കുകൾ, ഓട്ടോകൾ കയറാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ബോർഡുകൾ ഓരോ മെർജിങ് പോയിന്റിലും സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു ചോദ്യം അതിൻ്റെ ബാക്കിൽ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ബോർഡൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ബോർഡ്. മുകളിൽ കണ്ടോ നിങ്ങൾ, ബൈക്ക് അലൗഡ് അല്ല, അതിൻ്റെ താഴത്ത് ഓട്ടോറിക്ഷ അലൗഡ് അല്ല, ട്രാക്ടർ അലൗഡ് അല്ല, പിന്നെ ആളുകൾ ക്രോസ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അത് ന്യായമായൊരു കാര്യം തന്നെയാണ്. പിന്നെ ഓട്ടോറിക്ഷൻ്റെ കാര്യം, കാരണം അവർ ഈ കുറഞ്ഞ ചുരുങ്ങിയ റോഡുകളിൽ സഞ്ചരിക്കുന്ന ആളാണ്. അവർ മിക്കവാറും സർവീസ് റോഡിൽ പോയാലും കുഴപ്പമില്ല. പക്ഷേ ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ദൂരത്തേക്ക് ബൈക്കും കൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അതും കൂടി നമ്മൾ കണക്കിലാക്കണം. അപ്പോൾ ഇതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈക്കറുണ്ടല്ലോ, ഈ ബൈക്കർ ഫുള്ളായിട്ട് സർവീസ് റോഡിൽ കൂടെ യാത്രയാണെന്ന് പറഞ്ഞാൽ, ഈ സർവീസ് റോഡാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായിട്ട് എവിടെ ഇല്ല താനും. പാലം വരുന്ന സമയത്ത് സർവീസ് റോഡില്ല, പിന്നീട് 6 വരി പാതയിൽ കയറുക. അത് അവരെന്നെ പറയുന്നുണ്ട്. സർവീസ് റോഡിൽ വന്നിട്ട് 6 വരി പാതയിൽ കയറിയിട്ട് പിന്നെ പാലം കഴിഞ്ഞിട്ട് വീണ്ടും സർവീസ് റോഡിൽ പോവാം. പക്ഷേ അഥവാ നമ്മൾ സർവീസ് റോഡിൽ നിന്ന് കയറിയിട്ട് പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ട് പിന്നെ കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മൾ മെർജിങ് പോയിൻ്റ് അവിടെ നിന്ന് രണ്ടാമത് എക്സിറ്റ് കിട്ടണമെങ്കിൽ എത്രത്തോളം ദൂരം പോകേണ്ടി വരും? ചില പാലങ്ങൾ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മെർജിങ് പോയിൻ്റിൽ എക്സിറ്റ് വരുന്നില്ല. ഏകദേശം അര കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട ഒരു ദൂരമുണ്ട്. അതുകൂടാതെ നമ്മളെ കുറ്റിപ്പുറം പാലത്തിൽ സംഭവം സർവീസ് റോഡില്ല, പക്ഷെ അവിടെ പഴയ പാലം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പനമ്പുഴ പാലം, കക്കാട് അടുത്തുള്ള പനമ്പുഴ പാലം, അവിടെയും സർവീസ് റോഡില്ല. അത് കഴിഞ്ഞ് പിന്നെ പുതുപൊന്നാനി പാലം, പിന്നെ നമ്മളെ എന്താ പറയുക, കനോലി കനാൽ പാലം, പള്ളപ്പുറം പാലമൊക്കെ അല്ലേ, അവിടെ ഒന്നും പാലത്തിന് സർവീസ് റോഡില്ല. പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ സർവീസ് റോഡിൽ നിന്നും 6 വരി പാതയിൽ കയറുക, എന്നിട്ട് പോവുക. പക്ഷേ 1/2 കിലോമീറ്ററോളം ചില സ്ഥലത്ത് സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ എന്താ, ബൈക്ക് കയറുമ്പോൾ അവിടെ സംഭവിക്കൂലേ? അതാണ് ചോദ്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് എഴുതട്ടെ. കാരണം ഞാനൊക്കെ ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം ഞാൻ ഈ ദേശീയപാത ഓപ്പൺ ആക്കിയിട്ട് ഫുള്ളായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബുള്ളറ്റിലോ റൈഡ് നടത്തണം വിചാരിച്ചാണ്. പക്ഷേ ഇനിയിപ്പോൾ നടക്കില്ല. എല്ലാ സ്ഥലത്തും സർവീസ് റോഡില്ലല്ലോ. പിന്നെ വേറെ കാര്യം, ഇത് എക്സ്പ്രസ് ഹൈവേ അല്ല, ഇത് നാഷണൽ ഹൈവേ ആണ്. എക്സ്പ്രസ് ഹൈവേ ആയിരുന്നു എക്സസ് കൺട്രോൾ, അതിൽ ബൈക്കും ഓട്ടോറിക്ഷയൊന്നും കയറൂല. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടോ. പിന്നെ ട്രാക്ടർ, കാൽനട യാത്രക്കാർ, പിന്നെ ഓട്ടോറിക്ഷ. ഈ കാൽനട യാത്രക്കാർ ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് 6 വരി പാതയാണ്. 80-100 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം വരുന്നത്. അതൊക്കെ നമുക്ക് ഓക്കെ. പക്ഷേ ബൈക്കിൻ്റെ കാര്യമാണ് നമുക്കൊരു ചെറിയൊരു വിഷമം കേട്ടോ. പിന്നെ ഓട്ടോറിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ നമ്മൾ ഈ ടൗണുകളിലൊക്കെ ഇങ്ങനെ കറങ്ങുന്നതാണ്. പിന്നെ ട്രാക്ടർ വളരെ സ്ലോയിലാണ് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങളാരും പൊങ്കാലൊന്നും വരണ്ട. ഇത് നാഷണൽ ഹൈവേൻ്റെ നിയമങ്ങളാണ്. പക്ഷേ നമ്മൾ ബൈക്ക് റൈഡേഴ്സിനുള്ളൊരു സങ്കടം കൂടി പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ബൈക്ക് പ്രേമികളാണ്. നമുക്ക് ഈ ഫുൾ ടൈം സർവീസ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത സ്ഥലത്ത് കൂടെ എങ്ങനെ യാത്ര ചെയ്യും? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബൈ.